അപ്പോൾ നമ്മൾ ഫാൻ്റെ അടുത്ത് നമ്മൾ ഒഴിക്കുകയാണ്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ കൂടെ ഇന്ന് 5 പരീക്ഷണ വസ്തുക്കളാണ് ഉള്ളത്. സംഭവം വേറെ മച്ചാന്മാരെ, എല്ലാവരുടെ കയ്യിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 5 വാഷിംഗ് പൗഡറുകളാണ് ഉള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള വാഷിംഗ് പൗഡറുകളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഉജാല, മിസ്റ്റർ വൈറ്റ്, സർഫ് എക്സൽ, കറ നല്ലതാണ്. ഇത് ഡോക്ടർ വാഷ്, 1/2 കിലോ വാങ്ങിച്ചാൽ 100 ഗ്രാം ഫ്രീ. എന്റെ സൺലൈറ്റ്. അപ്പോൾ മച്ചാന്മാരെ, എല്ലാ വാഷിംഗ് പൗഡറിനെ നമ്മൾ പരിചയപ്പെട്ടു. മാർക്കറ്റിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു 5 പൗഡറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു ഡിസ്ക്ലൈമർ പറഞ്ഞേക്കാം, നമ്മൾ ഈ കാണുന്ന യാതൊരു വാഷിംഗ് പൗഡറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഒന്നിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഒന്നിനെ നമ്മൾ ഡിഗ്രേഡ് ചെയ്യുന്നതല്ല. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 5 വാഷിംഗ് പൗഡറുകൾ, അതും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 5 വാഷിംഗ് പൗഡറുകൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഒരു ചെറിയ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് ഒരിക്കലും നമ്മൾ ഇതിനെ വിലയിരുത്തണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് തുടങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റിന് ഇന്ന് എടുക്കുന്ന സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സംഭവം നോക്കി, 5 മച്ചാന്മാരുടെ കയ്യിൽ വെള്ള ഷർട്ട് ഉണ്ട്, അവരുടെ കയ്യിൽ 5 വാഷിംഗ് പൗഡർ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ് സംഭവം. അപ്പോൾ ഈ കാണുന്ന വാഷിംഗ് പൗഡറുകളുടെ ഒരു പവർ ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഈ കാണുന്ന വെള്ള ഷർട്ടിലേക്ക് തേക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങൾ പരിചയപ്പെടാം. നല്ല അടിപൊളി ടൊമാറ്റോ സോസ്, എല്ലാത്തും ഞാൻ തേച്ച് വയ്ക്കും. അടുത്തത് നമ്മുടെ മഞ്ഞപ്പൊടി കലക്കിയതാട്ടോ, നല്ല അടിപൊളി കറയാണ് നമ്മുടെ മഞ്ഞപ്പൊടി കലക്കിയത്. ഇതൊരു രക്ഷയില്ലാത്ത സാധനം. പിന്നെ ഫാൻഡ, ഇത് ജയിക്കുന്ന ആൾക്ക് കുടിക്കാൻ പറ്റിച്ചതാണ്. ഇതും നമ്മൾ ഒഴിക്കാനുള്ളതാണ്. പിന്നെ ഉള്ളത് നല്ല അടിപൊളി അച്ചാർ, ഡബിൾ ഹോഴ്സിന്റെ അച്ചാർ. ഇതൊരിക്കലും ഒരു പരസ്യമല്ല. പിന്നെ ഉള്ളത് നമ്മുടെ കാപ്പി ഉണ്ട്. കാപ്പി നമ്മൾ കലക്കി വെച്ചേക്കുന്നതാണ്, കാപ്പിപ്പൊടി. ഇതേ കണ്ട, നെസ്കഫേയുടെ കാപ്പിപ്പൊടിയാണ്. പിന്നെ ഉള്ളതാണ് നമ്മുടെ മഷി. ഓ, നല്ല വെയിലാണ് ഇന്നിവിടെ, കണ്ട, നല്ല അടിപൊളി മഷി. ഇത്രയും സാധനങ്ങളും പിന്നെ അവസാനമായിട്ട് നമ്മുടെ പച്ചപ്പുല്ലിന്റെ കറയും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പണി തുടങ്ങാൻ പോവാണ്. ഈ കാണുന്ന 5 വെള്ള ഷർട്ടുകളിലേക്ക് ഈ കാണുന്ന എല്ലാ കറയും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ വാഷിംഗ് പൗഡറിൽ ഇങ്ങോട്ട് മുക്കി വെച്ച് കഴുകി കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് നമ്മൾ നോക്കാൻ പോണേ. പറയല്ലേ? അപ്പൊ പൊളിക്കാൻ നോക്കേ. ഞാനും ഒരു വർണ്ണപ്പട്ടമായിരുന്നു, ഞാനും ഒരു വർണ്ണ പുഷ്പം. അപ്പൊ മച്ചാന്മാരെ, നമ്മുടെ എക്സ്പെരിമെന്റിലേക്ക് കിടക്കാൻ പോവാണ്. അപ്പോൾ നമ്മളുടെ ക്യാൻവാസുകളാണ് ഈ ഇരിക്കുന്ന 5 പേരും. അപ്പോൾ ഇത് ഓരോരുത്തരായിട്ട് നമ്മൾ എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് കിടത്താണ്. ഉറങ്ങിക്കോട്ടെ, എക്സ്പെരിമെന്റിന് കുറച്ച് ടൈം എടുക്കും. ഹായ് സർഫ് എക്സൽ, ഉജാല, അങ്ങനെ എല്ലാവരും കിടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ഇലയിൽ വിളമ്പണ പോലെ ഓരോ കറയായിട്ടെടുത്ത് നമുക്ക് ഇവിടെ വിളമ്പി കൊടുക്കാട്ടാ. അപ്പോൾ ആദ്യം നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ ടൊമാറ്റോ സോസിൽ നിന്നാണ്. അപ്പോൾ കുട്ടാ കൈ മാറ്റി വെക്കടാ. ടൊമാറ്റോ സോസ് എടുത്ത് നമ്മളിത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടൊമാറ്റോ സോസ് സെറ്റ്. ടൊമാറ്റോ സോസ്, ആഹാ അടിപൊളി. വായ്പോയതിൻ്റെ. ഓക്കെ, ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ ടൊമാറ്റോ സോസാണ് ആദ്യം കൊടുക്കുന്നത്. ഹായ്, കുറഞ്ഞു പോയത് എനിക്ക് സെറ്റ്. അതിന് ടൊമാറ്റോ സോസ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് മഞ്ഞപ്പൊടിയാണേ, നല്ല കലക്കി വെച്ച മഞ്ഞപ്പൊടി ആട്ടാ. അപ്പോൾ മഞ്ഞപ്പൊടി നല്ല അടിപൊളി സാധനമാണ്, കറക്കി. ആഹാ, ഇത് കൂടിപ്പോടെ എനിക്ക്. മഞ്ഞപ്പൊടി നല്ലതാണ്, കണ്ട. ആഹാ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം എല്ലാവർക്കും. ഓക്കെ, ഇനി കോഫി ആട്ടാ. കോഫി നമ്മളിത് എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ആഹാ, ഓഫ് കോഴ്സ് ബേബി. എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടോ. അടുത്തായിട്ട് മഷിയാണ്, മഷി. അപ്പോൾ നല്ല അടിപൊളി ഇങ്ക് കണ്ടാ നമ്മൾ തേച്ച് കൊടുക്കുന്നേ. ഹായ്, ഓഹാ. അടുത്തതായിട്ട് അച്ചാറാണ് കേട്ടോ. അച്ചാറ് കൊണ്ടുവന്നപ്പോൾ മുഴുവൻ ഉണ്ടായാണ്. ഇപ്പോൾ ഓരോരുത്തന്മാരെടുത്ത് കഴിച്ച് അത് ഇത്ര ആയിട്ടുണ്ട്. അതെ, അച്ചാർ. ഹേ, നിന്റെ വയറിൻ്റെ ഉള്ളിൽ പോയാടാ. ആഹാ, അച്ചാറ്. അച്ചാറൊക്കെ നല്ല പവറാണ്. ടേസ്റ്റ് ഉണ്ടാ നോക്കിയടാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പീസ അതിൻ്റെ ഇല്ലടാ. അങ്ങനെ അച്ചാറിൻ്റെ പീസാണോ കുട്ടീന്?
അവസാനമായിട്ട് വലിയ പവറൊന്നും ഇല്ലാത്ത സാധനം നമ്മുടെ ഫാൻ്റെ കേട്ടോ. അപ്പോൾ നമ്മൾ ഫാൻ്റെ എടുത്ത് നമ്മൾ ഒഴിക്കുകയാണ്. ചെറിയ കറയും പോകുന്ന അറിയണമല്ല, എല്ലാ ടൈപ്പ് കറയും നമുക്ക് കിട്ടണം. ഓക്കെ, കിടത്തിട്ട് വെള്ളം ഒഴിക്കാൻ പാടില്ലടാ, പാലൊഴിച്ചോ വേണ്ട. ഓക്കെ, അങ്ങനെ മച്ചന്മാരുടെ 5 കറകള് 5 പേരുടെ മേത്ത് നമ്മൾ ഞങ്ങൾ വീശി വെതറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വെയിലത്ത് ഉണക്കാൻ വെച്ചേക്കാണ് പിള്ളേരെ, അല്ല പിള്ളേരെ ഷർട്ടിനെ. അപ്പോൾ ഇതൊന്ന് വലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കഠിനമായിട്ടുള്ള 5 കറകളാണ്. നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാറുണ്ട്, നമ്മുടെ മഷിയുണ്ട്, കോഫി ഉണ്ട്, മഞ്ഞളുണ്ട്, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ട്, പിന്നെ എല്ലാത്തിൻ്റെയും കയ്യുമ്പോൾ ഫാൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 6 കറകളാണ് കേട്ടോ. അപ്പോൾ ഇവരതേ ഒന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മച്ചന്മാരെ നോക്കി നമ്മുടെ 5 മച്ചന്മാരെയും 6 കറകളായിട്ട് നമ്മൾ ഇതേ അവരുടേതായ വാഷിംഗ് പൗഡറും വെച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി എക്സ്പെരിമെന്റിലേക്ക് കിടക്കല്ലേ നമ്മള്? റെഡിയാണ്. ഓക്കെ, അപ്പൊ ഈ കാണുന്ന 5 പേരുടെ 5 കറയായിട്ട് ഷർട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി 5 ഷർട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ മച്ചന്മാരെ ഈ കാണുന്ന 5 മച്ചന്മാരുടെ 6 കറയായ ഷർട്ട് കൊണ്ടുപോയിട്ട്, അതായത് 6 തരം കറകളായ 5 ഷർട്ട് കൊണ്ടുപോയിട്ട് പലതരം സോപ്പ് പൊടികൾ ഇട്ട് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ മച്ചന്മാരെ എക്സ്പെരിമെന്റിൽ പിള്ളേരെല്ലാം റെഡിയാണ്. അപ്പൊ നമ്മുടെ ഉജാലമായിട്ട് യദു ഉണ്ട്, അതുപോലെ തന്നെ ആൽബിന്റെ മിസ്റ്റർ വൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റെപ്പിംഗ് കുട്ടൻ സർഫെക്സൽ ഉണ്ട്, സർഫെക്സൽ ദാഗ് അച്ചി ഹേ. അടുത്തതായിട്ട് നമ്മളുടെ കുട്ടൂസൻ ഉണ്ട്, സൺലൈറ്റും ആയിട്ട്. കാക്കിരി നാട്ടിൽ സൂര്യനില്ല. അടുത്തതായിട്ട് ഡോക്ടർ വാഷ്, ഇവനാണ് മെയിൻ ഡോക്ടർ ഇതിൽ വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പറയാൻ പോകുമ്പോൾ പിള്ളേരൊക്കെ അതേ പൊടി ഇടാൻ പോകണേടാ. എല്ലാവരും അവരുടേതായ ബക്കറ്റിലേക്ക് ആ പൊടി അങ്ങോട്ട് ഇട്ടേ. അപ്പൊ ആദ്യം ഉജാല ഇട്. ഉജാലതേ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എടാ ഇനി മിസ്റ്റർ വൈറ്റ് ഇട്ടെ, മിസ്റ്റർ വൈറ്റ്. ഓക്കെ, മിസ്റ്റർ വൈറ്റ് വന്നു. സർഫെക്സൽ സൺലൈറ്റ് ആണ്, സൺലൈറ്റ് ഇട്ടോ, അടിപൊളി. സൺലൈറ്റ് വന്നു. അടുത്തത് ഇനി ഇതേ നമ്മുടെ ഡോക്ടർ വാഷ്. ഓക്കെ, അങ്ങനത്തെ എല്ലാ പൊടികളും നമ്മളിട്ട് നല്ലോണം വെള്ളത്തിൽ കലക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കിയാൽ പതപ്പിച്ച് പൊക്കി എടുത്തോട്ടാ. അങ്ങനത്തെ നോക്കിയാൽ എല്ലാം നമ്മുടെ ബക്കറ്റുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ട് ഏതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ബ്രാൻഡ് എന്ന്. നല്ലോണം പതപ്പിച്ച് അങ്ങോട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അങ്ങനത്തെ നമ്മുടെ സോപ്പൊക്കെ കലക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാവരും ഷർട്ട് എടുത്ത് മുക്കാൻ പോവാണ്. ഭയങ്കര സ്റ്റീൽ ബോഡികൾ 5 നമ്മൾ കാണാൻ പോവാണ്. അവിടെ ഊരിക്കോ, ഇനി ഒന്നും നോക്കട്ടെ, കമോൺ ധൈര്യമായിട്ട് ഊരിക്കോ. അപ്പൊ നമ്മുടെ എക്സ്പീരിയൻസ് തുടങ്ങാണ്. മക്കളെ മുക്കിക്കോ. അപ്പൊ അവരവരുടെ ബക്കറ്റിൽ തന്നെ മുക്ക. ഓക്കെ, അപ്പൊ എല്ലാവരും സംഭവം മുക്കി സെറ്റാക്കിട്ടോ. രണ്ട് ഇളക്കൊക്കെ ഇളക്കി മുക്കി. അച്ചാറുണ്ട്, സർലാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആഹാ, നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് മുക്കി സെറ്റാക്കിയാണ്. ഹായ് അതെന്താടാ ഒരെണ്ണത്തിൽ മാത്രം കളറില്ലാത്ത നീലായി പോയത്? ഓക്കെ, മുങ്ങി കിടക്കട്ടെ. ഓക്കെ, മുക്കിട്ടോ. പിള്ളേരൊക്കെ നന്നായിട്ട് തിരുമാൻ പഠിക്കുന്നുണ്ട്. എല്ലാത്തിനെയും UK കയറ്റി വിടാനുള്ളതാണ്. ചിലത് ജർമ്മനിക്കും UK പോകാനുള്ളതാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളി തന്നെ ആയിരിക്കുള്ളൂ. സ്വന്തമായിട്ട് കഴുകാനുള്ള ട്രെയിനിങ് നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് എല്ലാവരും കഴുകുന്നുണ്ട്. കമോൺ. അങ്ങനെ നമ്മുടെ ഷർട്ടുകളൊക്കെ പിള്ളേർ കഴുകി തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തിരുമ്മി ഏകദേശം 2 തിരുമുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. മക്കളെ മതി, നിർത്ത്, സ്റ്റോപ്പ്. ഓക്കെ, ഇനി തൊടണ്ട നമ്മൾ. അപ്പോൾ ഓരോ ബക്കറ്റിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ കളറായിട്ടുണ്ട്. ഇത് നോക്കി കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളർ, ഇത് ഓറഞ്ച് പോലത്തെ, ഇത് റെഡിലേക്ക് കിടന്നിട്ടുണ്ട്. ഇത് പച്ചയും നീലൊക്കെ ചേർന്നൊരു കളർ, ഇതും ഏകദേശം സെയിം കളർ. അപ്പോൾ അതെ, പിള്ളേരെയൊക്കെ സ്റ്റീൽ ബോഡിയാക്കി തന്നെ അവിടെ നിർത്തിയേക്കാണ്. ഇത് ഏകദേശം 2 മണിക്കൂർ നമുക്കിനി ഇത് വെയിറ്റ് ചെയ്ത് കൊടുക്കാം എന്താവും അറിയാൻ. 2 hours later. ഏകദേശം 2 മണിക്കൂറിന് ശേഷം പിള്ളേര് അവരുടെ ഷർട്ടുകൾ ഓരോരുത്തരുടെ ആയിട്ട് ഒന്ന് ജസ്റ്റ് കുത്തിത്തിരുമയാണ്. ഓക്കെ, തിരുമല മതി, നിർത്തിക്കോ. ആദ്യം നമ്മൾ ഏതാണ് നോക്കാൻ പോകുന്നത്? നമ്മളുടെ ഉജാലല്ലേ? അതെ, ഉജാലയുടെ ഷർട്ട് കൊണ്ട് കൊണ്ടുപോകാം. നമുക്ക് ടെസ്റ്റ് അടിച്ചത് എങ്ങനെയുണ്ട് നോക്കാം. ഇപ്പം തന്നെ നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതിൽ കുത്തിയ സമയത്ത് ഒരു ഓറഞ്ച് കളറിലേക്കൊക്കെ പോയാർന്നാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുക്കി പൊക്കിയെടുക്കുമ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് കേട്ടോ. നിന്റെ കയ്യിൽ പിടിച്ചോ. അടുത്ത ആൾ വരൂ, മിസ്റ്റർ വൈറ്റ് ആണ്. ഓക്കെ, പതകളയാണല്ലേ. ഓക്കെ, മിസ്റ്റർ വൈറ്റിൻ്റെ റിസൾട്ടാണ് കേട്ടോ ഈ കാണുന്നത്. മിസ്റ്റർ വൈറ്റ്, ഇതെന്തായാലും നമ്മൾ നനഞ്ഞ സാധനം ഉണക്കി എല്ലാവരുടെയും മേത്തിട്ട് കാണിച്ചു തരും കേട്ടോ എങ്ങനെയുണ്ട് സാധനം. അപ്പോൾ ഇതാണ് മിസ്റ്റർ വൈറ്റിൻ്റെ അവസ്ഥ. അടുത്ത ആരാണ്? സൺലൈറ്റ് ആണോ? അല്ലല്ല, സർഫെക്സൽ. കമോൺ.
സർഫ് എക്സൽ ദാഗ് അച്ചി ഹേ. ഓക്കെ, ഇതേതായിരുന്നു ബ്രാൻഡ്? സർഫ് എക്സൽ. സർഫ് എക്സൽ. സർഫ് എക്സലിൻ്റെ റിസൾട്ടാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഓക്കെ, നോക്കിപ്പോ അടിപൊളി. ഇതാണ് കേട്ടോ, നീ പിടിച്ചോ. അടുത്ത ആളാരാ? സൺലൈറ്റ്. സൺലൈറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ നമുക്ക്. ഇതാണ് സൺലൈറ്റ്. അപ്പോൾ ദേ സൺലൈറ്റ് വന്നു. അടുത്ത ആള് ഡോക്ടർ വാഷ്. ഡോക്ടർ വാഷ് എന്നല്ലടാ, പേര് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഡോക്ടർ വാഷ്. അപ്പോൾ ദേ അങ്ങനെ 5 എണ്ണം നമ്മളിത് സോപ്പ് വെള്ളത്തിൽ ഏകദേശം 2 മണിക്കൂർ ഇട്ടിട്ടെടുത്താണ്. അപ്പോൾ എല്ലാവരുടെയും കയ്യിലേക്ക് സാധനം കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണക്കിയിട്ട് ഞാൻ പിള്ളേരുടെ മേത്തിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ബിഫോർ റിസൾട്ടും ആഫ്റ്റർ റിസൾട്ടും നിങ്ങൾക്ക് തന്നെ നോക്കാനായിട്ട് പറ്റും. അങ്ങനെ മച്ചാന്മാർ ഇത് പിഴിഞ്ഞുണക്കി നമ്മുടെ പിള്ളേരുടെ ഷർട്ടൊക്കെ ഇടിപ്പിച്ച് ഇത് എല്ലാവരും അവരൊരു യൂസ് ചെയ്ത വാഷിംഗ് പൗഡറിൻ്റെ കവറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. പക്ഷേ നമ്മളിത് സൂക്ഷ്മമായിട്ട് നോക്കണം, നമുക്ക് എന്താണ് അതേ റിസൾട്ട് കിട്ടിയേക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സൺലൈറ്റ് ആണ്. അപ്പോൾ സൺലൈറ്റ് വെച്ച് നമ്മൾ വാഷ് ചെയ്ത ഷർട്ടാണ്. അടുത്തേക്ക് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് ഇവിടെ സോസ് ആണോ അച്ചാറാണോ, അവിടെ മഞ്ഞളിട്ട സ്ഥലത്ത് ചെറിയൊരു ഷെയ്ഡ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ ഒഴിച്ച ഭാഗത്ത് കുറച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ എല്ലാം നല്ല ക്ലിയർ ആണ്. അപ്പോൾ നമ്മുടെ സൺലൈറ്റ് അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നമ്മുടെ മിസ്റ്റർ വൈറ്റിന് അടുത്തായിട്ട് വരുന്നത് മിസ്റ്റർ വൈറ്റിൻ്റെ നോക്കുകയാണെങ്കിലും നമ്മുടെ മഞ്ഞൾ തേച്ചതിൻ്റെ ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ് നിൽക്കുന്നുണ്ട്. പിന്നെ അടിയിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ അച്ചാറിൻ്റെ ഭാഗത്താണ് ചെറിയ പണി വന്നിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇങ്കും കോഫിയും എല്ലാം ക്ലിയർ ആണ്. നമ്മുടെ മിസ്റ്റർ വൈറ്റും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഉജാലയാണ്. ഉജാലയിൽ നോക്കുകയാണെങ്കിലും എല്ലാ സ്ഥലത്തും വന്ന പോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മളുടെ മഞ്ഞൾ ഒഴിച്ച ഭാഗത്ത് ഇവിടെയുണ്ട്, ഇവിടെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ അച്ചാറിൻ്റെ പോർഷൻ നമ്മുടെ എല്ലാത്തിലും കാണുന്ന പോലെ തന്നെ അച്ചാറിൻ്റെ പോർഷനാണ് ഇച്ചിരി പാടായിട്ട് നിൽക്കുന്നത്. എന്നാലും പാടേ ഉള്ളൂ കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്ര അധികം കോഫിയും അതുപോലെ തന്നെ നമ്മുടെ എന്തിട്ടൊക്കെ നമ്മുടെ സോസ് എല്ലാ സാധനങ്ങളും തേച്ചിട്ട് കണ്ട അത്യാവശ്യം അടിപൊളിയായിട്ട് വർക്ക് ചെയ്തില്ലേ. ഈ ഗൗരവം വിടറാ. അപ്പോൾ അതേ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉജാലയും അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ സർഫ് എക്സൽ ആണ്. സർഫ് എക്സലിന്റെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗം ക്ലീൻ ആട്ടാ, നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടാർന്ന ഭാഗമൊക്കെ പക്ക ക്ലീൻ ആണ്. പക്ഷെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അച്ചാറിന്റെ ഭാഗത്ത് നമ്മുടെ ആ ഒരു ഷെയ്ഡ് നിൽക്കുന്നുണ്ട്. അതല്ലാതെ ബാക്കി നോക്കുമ്പോൾ ഇങ്കും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അച്ചാറിന്റെ ഭാഗത്താണ് പ്രശ്നം. എന്നാലും നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് നമ്മുടെ സർഫ് എക്സൽ നമുക്ക് തന്നിരിക്കുന്നത്. എന്താ പറയുക, നമ്മൾ വാങ്ങി ഇപ്പം ഇത്ര നേരം കണ്ട എല്ലാ വാഷിംഗ് പൗഡറുകളും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഓക്കെ മൈ ബോയ്, അലക്കാരൻ്റെ ഗുണമുണ്ട്. അലക്കാരൻ്റെ കൂടെ കൊടുത്ത് അടുത്തായിട്ട് നമ്മുടെ ഡോക്ടർ വാഷ് ആണ്. ഡോക്ടർ വാഷിന്റെ നോക്കുകയാണെങ്കിലും നല്ല രസമായിട്ട് ഇങ്ങനെ കഴുകി ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റിന്റെ ഭാഗത്ത് മഞ്ഞപ്പൊടിയിട്ട ഭാഗത്ത് ചെറുതായിട്ട് കളറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3-4 സ്ഥലത്ത് കുഞ്ഞു ഷെയ്ഡുകളും അച്ചാറിൻ്റെ ആണെന്ന് തോന്നുന്നു, അതങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ അച്ചാറിന്റെ ചെറിയൊരു ഷെയ്ഡ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ മിസ്റ്റർ വാഷിന്റെ ഡോക്ടർ സോറി ക്ഷമിക്കണം, ഇതാണ് നമ്മുടെ ഡോക്ടർ വാഷിന്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ട് തന്നെയാണ് നമുക്ക് റിസൾട്ട് തന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാത്തിൻ്റെയും അച്ചാറിൻ്റെ ഭാഗത്താണ് ചെറിയൊരു ഷെയ്ഡ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. എന്താ പറയുക, നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന വാഷിംഗ് പൗഡറുകൾ പേരെടുത്ത എല്ലാ സാധനങ്ങളും എന്താ പറയുക നല്ല ഗുണം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചത് പലതിനും പല റിസൾട്ട് ആയിരിക്കുന്നതാണ്, എന്നാൽ ഏകദേശം എല്ലാത്തിനും ഒരേ രീതിയിലുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ മച്ചാന്മാരെ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ പിള്ളേർ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എംഫോടെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഹൃദയത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇന്നത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മൾ മാർക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് നമ്മൾ പ്രതീക്ഷിച്ചത് പലതും പല റിസൾട്ട് ആയിരിക്കും എന്നാണ്. എന്നാൽ ഏകദേശം